ഗായ്സ്, അപ്പോൾ നമ്മൾ നമ്മുടെ സ്വന്തം ലാലേട്ടൻ്റെ തുടരും മൂവി നമ്മൾ ഇന്നലെ രാത്രിയാണ് കണ്ടത്. കാരണം എനിക്ക് ആ ഒരു സിനിമ ഫാമിലി ആയിട്ട് കാണണം എന്നുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ ഫുൾ ഫാമിലി ആയിട്ടാണ് പോയി കണ്ടത്. രാവിലെ പോകാണ്ടിരുന്നതിന് മെയിൻ റീസൺ ഫാമിലി പടം ആയതുകൊണ്ട് ഫാമിലി ആയിട്ട് തന്നെ കാണാം എന്നുള്ള രീതിയിൽ. അതുകൊണ്ട് രാവിലെ ഞാൻ എപ്പോഴും എല്ലാ മൂവിയും ഫസ്റ്റ് ഡേ കാണാനാണ് കാണാറ്. കാരണം റിവ്യൂ ഒക്കെ കണ്ട് പോയി കഴിഞ്ഞാൽ ഒരു ഗത്ത് ഉണ്ടാവില്ല. എന്നാലും ഇന്നലെ ഞാൻ ഫേസ്ബുക്ക് എനിക്ക് ഇനിയിപ്പോൾ നെഗറ്റീവ് ആണോ പടം എന്തിലേക്ക് ലാലേട്ടനെ പറ്റി എന്തെങ്കിലും നെഗറ്റീവ് ഇനിയും ഇങ്ങനെ ഒരുപാട് കുറ്റങ്ങളും കുറവുകളും എമ്പുരാൻ വന്നപ്പോൾ തന്നെ ഒരുപാട് കുറ്റങ്ങളും കുറവുകളൊക്കെ ഒരുപാട് പേര് പറഞ്ഞ്. അപ്പോൾ ആ ഒരു അവസ്ഥ തന്നെ വീണ്ടും ഉണ്ടാവുമോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫുൾ പോസിറ്റീവ്. അതായത് നമ്മുടെ അശ്വന്ത് കോക്ക് വരെ ഭയങ്കര പോസിറ്റീവ് പറഞ്ഞിട്ടാണ് ആ ഒരു അശ്വന്ത് കോക്കിൻ്റെ വായം കൊണ്ട് തന്നെ ആ ഒരു പോസിറ്റീവ് പറഞ്ഞ് കേട്ടപ്പോൾ തന്നെ ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു. ഐ മീൻ സിനിമ കാണാണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം എമ്പുരാൻ സിനിമ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടാണ്. പക്ഷേ കോക്ക് കുറേ നെഗറ്റീവൊക്കെ പറഞ്ഞതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് തന്നെ എന്താണ് ഈ ഇങ്ങനെയെന്നുള്ളൊരു ഇത്ര നല്ലൊരു മേക്കിങ്ങും കാര്യങ്ങളും ഉണ്ടായിട്ട് പോലും ആ ഒരു സിനിമേനെ എല്ലാവരും വിമർശിച്ചപ്പോൾ ഭയങ്കരമായിട്ട് നിരാശ തോന്നി. ഇപ്പോൾ പക്ഷേ ആ വിമർശിച്ചവരെ കൊണ്ട് തന്നെ അത് മാറ്റി പറയിപ്പിച്ച ലാലേട്ടൻ ആ ഒരു തുടരും സിനിമയിൽ ഭയങ്കരമായിട്ട് കംബാക്ക് ചെയ്തിരിക്കുകയാണ് നല്ല രീതിയിൽ എല്ലാവരുടെയും. അതായത് ആ ഒരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക എടുത്തു വെച്ചേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടൻ്റെ ഫുൾ മാനറിസം, അതായത് ഇത്ര കൊല്ലം ആൾ ചെയ്തിരുന്ന കാര്യങ്ങളിലെല്ലാം ആ ഒരു സിനിമയിൽ നമുക്ക് കാണാൻ പറ്റും. അതാണ് മെയിൻ. കാരണം നമ്മുടെ സാധാരണ പ്രേക്ഷകർ സാധാരണക്കാരനായിട്ട് അഭിനയിച്ചിട്ടുള്ളൊരു ക്യാരക്ടർ എപ്പോഴും നമ്മുടെ മലയാളികളുടെ ഹൃദയത്തിൽ എപ്പോഴും തങ്ങി നിൽക്കും. അതായത് വലിയ വലിയ റിച്ച് ആയിട്ടുള്ള റോൾസ് ഒന്നും ചെയ്യാതെ ഇതേപോലത്തെ സാധാരണ റോൾ ചെയ്തിട്ടുള്ളൊരു ഇതിലാണ് നമ്മുടെ ലാലേട്ടൻ പണ്ട് നമ്മളെ മനസ്സിൽ കയറി പറ്റിയത്. ആ ഒരു സാധാരണക്കാരനായിട്ട് തന്നെ വീണ്ടും വന്ന് നമ്മുടെ മനസ്സിൽ കീഴടക്കിയിരിക്കുകയാണ് തുടരുന്ന മൂവിയിലൂടെ. അതായത് ആസ് എ ലാലേട്ടൻ ഫാൻ എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക, ലാലേട്ടൻ കരയണ സമയത്ത് കരച്ചിൽ വന്നു, ലാലേട്ടൻ ചിരിപ്പിക്കുന്ന സമയത്ത് ചിരി വന്നു, ലാലേട്ടൻ്റെ ആ ദേഷ്യം വന്നപ്പോൾ നമുക്കും ദേഷ്യം വന്നു. ആ ഒരു ഫീല് തരുന്നത് ഒരു ആക്ടറെ സംബന്ധിച്ച് ഭയങ്കര വലിയ കാര്യമാണ്. ആ ഒരു ഇത് നമുക്ക് ഈ ഒരു സിനിമയിൽ കിട്ടി. പിന്നെ ഇതിൽ എടുത്തു പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മുടെ സിനിമയിൽ സ്റ്റാർട്ടിങ് തന്നെ സോങ് ഉണ്ട്. നമ്മുടെ എം ജി ശ്രീകുമാരേട്ടൻ പാടിയ പാട്ടുണ്ട്. ആഫ്റ്റർ എ ലോങ് ഗ്യാപ്പ് VFX അല്ലെങ്കിൽ ഒരു എവിടെയെങ്കിലും തട്ടിക്കൂട്ടി ഇങ്ങനെ സെറ്റ് ഇട്ടിട്ട് ഈ പാട്ട് സീൻ എടുത്തുകൊണ്ട് ഇങ്ങനെ പരിപാടിയൊക്കെ മാറ്റി പഴയ നമ്മുടെ തെന്മകൊമ്പത്തൊക്കെ പോലെ ഒരുപാട് ട്രാവൽ ചെയ്ത് ഒരു സാധാരണക്കാരൻ്റെ ലൈഫിൽ എന്തൊക്കെയാണ് ഉണ്ടാവുന്നത്, എന്താണ് സാധാരണക്കാരൻ്റെ ലൈഫിൽ നടന്നു പോകുന്നതെന്നുള്ളൊരു സാധനം ആ ഒറ്റ പാട്ടിൽ തരുമൂർത്തി എടുത്തു വെച്ചിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി. കാരണം കുറേ നാളായി ഇങ്ങനെയൊക്കെ ഒരു പാട്ട് സീൻ കണ്ടിട്ട്, അതായത് ഒരു ഫാമിലി പടം കണ്ടിട്ട് തന്നെ കുറേ നാളായി. ആ ഒരു സിനിമയിൽ എനിക്ക് ഭയങ്കരമായിട്ട് ആ ഒരു പാട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം കുറേ ട്രാവൽ ചെയ്ത് കുറേ ലൊക്കേഷൻസിൽ ഷൂട്ട് ചെയ്തിട്ടുള്ളൊരു സോങ്ങാണ്. നിങ്ങൾ മസ്റ്റായിട്ട് ആ ഒരു സോങ് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. അതായത് നമ്മൾ സാധാരണക്കാരനായിട്ടുള്ള ആൾക്കാർ എന്തൊക്കെയാണ് ഒരു ഉണ്ടാവുന്നതെന്നുള്ള സാധനം ആ ഒരു പാട്ടിൽ തന്നെ ലാലേട്ടൻ എന്ന് പറഞ്ഞൊരു ആ ഷൺമുഖൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ റിവീൽ ആവുന്നുണ്ട്. അതായത് ഇങ്ങനെയാണ്, ഒരു സാധാരണക്കാരനാണ്, ഒരു ടാക്സി ഡ്രൈവറാണ്. ടാക്സി ഡ്രൈവർ എന്ന് പറയുമ്പോൾ ഞാനും ഒരു ടാക്സി ഡ്രൈവറാണ്. എനിക്കും ആ ഒരു സിനിമ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് റിലേറ്റബിൾ ആയി. അതായത് ഇങ്ങനെ കൊണ്ടുപോകുന്ന സീനും ഇങ്ങനെയുള്ള ഇങ്ങനെ ആൾക്കാരായിട്ടുള്ള മിംഗ്ലിങ് കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്തു. അതുകൊണ്ട് എനിക്ക് തന്നെ, അതായത് എൻ്റെ ഫ്യൂച്ചറിൽ ഇങ്ങനെ ആവുമോ എന്നുള്ളൊരു സാധനമൊക്കെ എനിക്ക് ഉണ്ടായി. കാരണം നൈസായിരുന്നു. പിന്നെ ലാലേട്ടൻ്റെ കാറിന്, നമ്മളിപ്പോൾ ബോയ്സ് ഓൾവേസ് കാർ ലവേഴ്സാണ്, കാറ് ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ ലാലേട്ടനും ഇതിലൊരു ബ്ലാക്ക് അംബാസഡർ ഉണ്ട്. കാറിൻ്റെ ഒരു ഇതിലേക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് നടക്കുന്ന ഒരു ക്യാരക്ടർ, അത് ഭയങ്കരമായിട്ട് എനിക്കും റിലേറ്റ് ആയി. കാരണം എനിക്കും കാറെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് ഭയങ്കര കാർ ലവറാണ്. അപ്പം ആ ഒരു സംഭവമൊക്കെ ഇതായിട്ട് എനിക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടത് തുടരും. നല്ല മോഹൻലാൽ കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ സാധാരണക്കാരനായിട്ട് അഭിനയിക്കുന്നത്. ആക്ടിങ് ഒക്കെ എനിക്കിഷ്ടമായി. നല്ല എല്ലാം ഉണ്ട്, എല്ലാ എക്സ്പ്രഷനും ഉണ്ട്, ദേഷ്യമുണ്ട്, കരച്ചിൽ, അതൊക്കെ ഉണ്ട്. എനിക്കിഷ്ടമായി. പിന്നെ ശോഭന ചേച്ചി ഇതിലും ഭയങ്കര അടിപൊളിയായിട്ട് ആ റോള് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു വീട്ടമ്മയുടെ ആ ഒരു റോള് ഭയങ്കരമായിട്ട് ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ക്യാരക്ടർ. പിന്നെ ലാസ്റ്റ് വരുന്ന ഒരു ചെറിയൊരു എക്സ്പ്രഷൻ ഉണ്ട്, നമുക്ക് നാഗവല്ലി ആ ഒരു നോട്ടം സംഭവമൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. ഭയങ്കരമായിട്ട് ആ ഒരു കോംബോ, ലാലേട്ടൻ ശോഭന കോംബോ ഇപ്പോഴും അടിപൊളിയാണ്. ലാലേട്ടൻ മീന, ലാലേട്ടൻ ശോഭന
ഒക്കെ ആ കോംബോ പണ്ട് തൊട്ട് നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ളതുകൊണ്ട് ഇത് അടിപൊളിയായിട്ട് തന്നെ ശോഭന ചേച്ചി ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ എടുത്തു പറയാനായിട്ടുള്ളത് ഇതിൽ വില്ലൻ, എൻ്റെ പൊന്നോ ഒരു രക്ഷയില്ല. അതായത് ഇമ്മാതിരി വില്ലൻ, അതായത് ലാലേട്ടന് ഒപ്പം നിൽക്കുന്ന ഒരു വില്ലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബിനു പപ്പൻ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതിന് മേളിൽ സ്കോർ ചെയ്തിട്ട് ഒരു വില്ലൻ, ആളുടെ പേരൊന്നും അറിയാൻ പാടില്ല, പക്ഷെ അടിപൊളിയായിട്ട് ആൾ ചെയ്തിട്ടുണ്ട്. പക്കാ നമ്മുടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എങ്ങനെയാണോ അതേപോലെ, അതായത് CA എങ്ങനെയാണ്, അതായത് SI എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി നമുക്ക് ഇച്ചിരി നമ്മളോട് ഇച്ചിരി ദേഷ്യമൊക്കെ കാണിച്ച് നിൽക്കുന്നത്. അപ്പോൾ CA എന്ന് പറയുമ്പോൾ ഇച്ചിരി കരുണയൊക്കെ കാണിച്ച് ഇച്ചിരി സ്നേഹമൊക്കെ കാണിക്കുന്ന ടൈപ്പാണ്. പോലീസ് സ്റ്റേഷനിൽ കയറിയവർക്ക് അറിയാം അതെങ്ങനെയാണെന്ന്. അപ്പോൾ ആ ഒരു അത്രയും ഡീപ്പായിട്ട് അത്രയും അടിപൊളിയായിട്ട് ആ ഒരു ക്യാരക്ടർ ആ ചേട്ടൻ ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ. അതായത് നമുക്ക് ആളോട് ദേഷ്യം വരുന്ന രീതിയിൽ ആ ചേട്ടൻ ഭയങ്കരമായിട്ട് ചെയ്തിട്ടുണ്ട്. ചൊറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചൊറിയിലായിരുന്നു. അത് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ആ ഒരു വില്ലനിസം, കട്ട വില്ലനിസം, ഒന്നും പറയാനില്ല. ഫുൾ ലാലേട്ടൻ്റെ ഒപ്പത്തിനൊപ്പം നിന്ന് വില്ലനിസം കാണിച്ച ഒരു സെറ്റപ്പ്. പക്ക നാച്ചുറൽ മൂവിയിൽ നാച്ചുറൽ ആയിട്ടുള്ള വില്ലനിസം പൊളിയായിട്ട് തന്നെ ആ ചേട്ടൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ നമ്മുടെ ബിനു പപ്പൻ ഒബ്വിയസ്ലി ആളുടെ ആ മാനറിസോ ആ ഒരു മറ്റേ ചൊറിയണ പരിപാടി ചെയ്ത് തന്നെ നമുക്ക് കുറെ കണ്ടിട്ടുള്ളത് തന്നെയാണ്. പക്ഷെ അതും ആളും നന്നായിട്ട് രീതി തന്നെ വില്ലനിസം ചെയ്തിട്ടുണ്ട്. പക്ക അടിപൊളിയായിട്ട് തന്നെയാണ് സിനിമയിൽ അവർ രണ്ടുപേരുടെ പെർഫോമൻസും അടിപൊളിയായിട്ട് തന്നെ പോയിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് നമ്മുടെ പ്രേമലൂലെ നമ്മുടെ അമൽ ഡേവിസ് വരുന്നു പോകുന്നുണ്ട്. ചെറിയ നർമ്മങ്ങളും ഒക്കെ സമ്മാനിച്ചിട്ട് ആള് ചെറിയൊരു റോളുള്ളൂ, എന്നാലും ആളുടെ റോള് നമ്മുടെ തിയേറ്ററിൽ ഭയങ്കരമായിട്ട് ചിരി ഉണ്ടായിരുന്നു. എന്തായാലും അമൽ ഡേവിസ് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ലാലേട്ടൻ്റെ മോനായിട്ട് അഭിനയിച്ച നമ്മുടെ ആനന്ദത്തിലെ ആ ഒരു, അവൻ്റെ പേരെന്താ, ആനന്ദത്തിലെ നടൻ, അവനും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അവൻ്റെ ആ ഒരു മകൻ വേഷം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റായിട്ട് ഇപ്പൊ ഇനി പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ലാലേട്ടൻ്റെ ആക്ടിങ് ആണ്. അതായത് കൈവിരലുകൾ അഭിനയിക്കും, എല്ലാം രീതിയിൽ അഭിനയിക്കുന്നു നമ്മൾ പറയാറുണ്ടല്ലോ. നമ്മുടെ പണ്ടത്തെ ആ ഒരു ലാലേട്ടൻ, ആ ഒരു സാധനം ഇതിൽ കാണാൻ പറ്റും. അതായത് ഇതിൽ ഇമോഷൻസ് കാണിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ആ ഒരു വിഷമായാലും ദേഷ്യമായാലും എന്ത് വികാരം ഉണ്ട് അതൊക്കെ ആ ഒരു ബോഡി ലാംഗ്വേജിൽ മൊത്തം ഈ ഒരു സിനിമയിൽ കാണിക്കുന്നുണ്ടാണ് അടിപൊളിയായിട്ട്. അതായത് ഒരു കൈയുടെ ക്ലോസപ്പ് വെക്കുന്ന സീനുണ്ട്, അതിൽ നമ്മുടെ കയ്യിൽ ആ വിഷമം ഉണ്ടെന്ന് കാണിക്കുന്ന ഒരു സീനുണ്ട്. പിന്നെ ബാത്റൂമിൽ ആള് വീഴുന്ന ഒരു സീനുണ്ട്. അതൊക്കെ ഭയങ്കരമായിട്ട് നാച്ചുറലി ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ട് ലാലേട്ടൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ആ ഒരു വിൻറ്റേജ് ലാലേട്ടൻ. ഇനി ഇതുപോലത്തെ ലാലേട്ടനെ കാണാനാണ് ഞങ്ങൾ ലാലേട്ടൻ ഫാൻസിന് ഭയങ്കരമായിട്ട് ആഗ്രഹം. അല്ലാണ്ട് ഒരുപാട് റിച്ച് ആയിട്ടുള്ള ഫാമിലിയിൽ പോയിട്ടുള്ളതോ അല്ലെങ്കിൽ ഇങ്ങനെ സൂപ്പർസ്റ്റീഷ്യസ് ആയിട്ടുള്ള ലാലേട്ടനല്ല, സാധാരണക്കാരനായിട്ടുള്ള ലാലേട്ടനെ കാണാനാണ് ഞങ്ങൾ ഫാൻസിന് ഭയങ്കരമായിട്ട് ഇഷ്ടം. അതായത് അതാണ് ഞങ്ങൾ കണ്ട് ശീലിച്ചേക്കുന്നത്, ചെറുപ്പം തൊട്ട് കണ്ട് ശീലിച്ച് ഇഷ്ടപ്പെട്ടേക്കുന്നത് ഈ ലാലേട്ടനെയാണ്. ഈ ലാലേട്ടനെയാണ് എനിക്ക് വേണ്ടത്. അതേപോലെ തന്നെ മാസും വേണം, ക്ലാസ്സും വേണം. പക്ഷെ ഈ ഒരു മിസ്സിങ് ആയിരുന്നു കുറേ നാളായിട്ട്, അത് കിട്ടി. ഇനി ഇതേപോലെ തന്നെ അതായത് ഈ സിനിമയുടെ അവസാനം എഴുതി വയ്ക്കുന്നുണ്ട് മോഹൻലാൽ തുടരും. അത് ഭയങ്കരമായിട്ട് രോമാഞ്ചം വന്നിട്ടോ. അതായത് ഇനിയും ഇതൊക്കെ ഒരു തുടക്കം മാത്രമാണെന്ന് നമുക്ക്, അതായത് ഇനിയും നല്ല നല്ല സിനിമകൾ വരാൻ പോകുന്നുണ്ടെന്നുള്ളൊരു ഒരു ഉൾവിളി നൈസായിട്ട് അത് ഇടുന്നത്. പിന്നെ ഇതിൽ കുറേ പുള്ളീനെ തന്നെ, അതായത് ലാലേട്ടനെ തന്നെ ട്രോൾ ചെയ്യണ കുറേ ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ അശ്വന്ത് ഹോക്കിനെ മറ്റേ മലങ്കൽട്ട് എന്ന് പറഞ്ഞ സാധനമൊക്കെ ഇതിൽ പറയുന്നുണ്ട്. ഇതൊക്കെ ഡിക്ഷണറിയിൽ ഉണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അശ്വന്ത് ഹോക്കിനിട്ട് ഒരു കൊട്ടു കൊടുക്കണ സീൻ ഉണ്ട്. അതായത് താടിരുന്ന ആർക്കാണ് പ്രശ്നം എന്നൊക്കെ ചോദിക്കണ എല്ലാം. അതായത് ലാലേട്ടൻ്റെ ട്രോളൊക്കെ എന്തൊക്കെ ഉണ്ടെന്ന് തരുമൂർത്തി ഇരുന്ന് പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ ട്രോളിനുള്ള ഒരു മറുപടി പോലെ കുറേ ചെറിയ സീൻസൊക്കെ ഉണ്ട്. മറ്റേ നമ്മുടെ വെട്ടിയുണ്ട വാഴ്ത്തണ്ട് പോലെ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശോഭന ചേച്ചി പറയുന്നുണ്ട്. അങ്ങനെ കുറേ ചെറിയ നർമ്മങ്ങളുണ്ട്. സെൽഫ് ട്രോൾസ് കുറേ ഉണ്ട്. എന്തായാലും പടം നിങ്ങൾ മസ്റ്റായിട്ട് തിയേറ്ററിൽ തന്നെ പോയി കാണാൻ നോക്കുക. നിങ്ങൾ ഫാമിലിയായിട്ട് പോയി കണ്ട് എന്തായാലും ആ ഫാമിലിക്ക് ഇഷ്ടപ്പെടും. ഞാൻ അമ്മേനും അച്ഛനും കൊണ്ടൊക്കെ ഞങ്ങൾ ഒരുപാട് KGF-ഉം നമ്മുടെ മറ്റേ GBU കണ്ടില്ല, കുറെ VDF-ഉം പടാക്കിയാണല്ലോന്നും പറഞ്ഞ് അവര് മൊത്തം നിരാശയായിരുന്നു. ഇപ്പൊ അവർക്ക് സന്തോഷമായി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫാമിലി മൂവി വന്നല്ലോ. അതായത് അതുകൊണ്ടായിരുന്നു നിങ്ങൾ അച്ഛനും അമ്മേനെ കൊണ്ടൊക്കെ സിനിമ കാണാൻ പോവാ. നമുക്കിഷ്ടപ്പെട്ടു എമ്പുരാനും KGF-ഉം പിന്നെ കുറെ വിക്രം ഇതൊക്കെ കാണിക്കാൻ പോയപ്പോ അച്ഛനെ പറയും തലക്ക് സൗകര്യമല്ലോ എന്നൊക്കെ പറഞ്ഞോണ്ടിരുന്നത്. വെടിയും പോകാതെ നമുക്കത് ഇഷ്ടമാണ്. പക്ഷെ അങ്ങനെ എന്താ പറയാ, അങ്ങനെ ആ വെടിയും പോകെയൊന്നും ഇഷ്ടമല്ലാത്തവർക്ക്, ആ ഫാമിലി മൂവി ഇഷ്ടപ്പെടുന്നവരെ പോയി എന്തായാലും നിങ്ങൾ കാണിക്കുക. സിനിമ മസ്റ്റായിട്ട് നിങ്ങളുടെ ഫാമിലിയിലുള്ള എല്ലാവരെയും പോയി കാണിക്കാം.
അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അപ്പോൾ ഇതുവരെ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു.